ആദ്യകാലം മുതൽ മനുഷ്യൻ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? രാത്രി ആകാശത്തിൽ നാം കാണുന്ന നക്ഷത്രങ്ങളെ ചുറ്റിപ്പറ്റി ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകുമോ എന്ന ചോദ്യം ഇന്നും ശാസ്ത്രലോകത്തെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയിൽ ഭൂരിഭാഗം നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും ഗ്രഹങ്ങളുമുണ്ട്. നമ്മുടെ സ്വന്തം സോളാർ സിസ്റ്റത്തിലെ ഒരു ചെറിയ ഗ്രഹമായ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു നക്ഷത്രങ്ങളുടെ ചുറ്റിലുമുള്ള ഗ്രഹങ്ങളിലും ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടായിരിക്കില്ലേ? ഈ ചോദ്യമാണ് ശാസ്ത്രജ്ഞരെ എക്സോ പ്ലാനറ്റുകളെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത്. എന്താണ് എക്സോ പ്ലാനറ്റുകളെന്നും ഇവയെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും നമുക്ക് നോക്കാം. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെയാണ് എക്സോ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് ജ്യോതിശാസ്ത്രജ്ഞർ എക്സോ പ്ലാനറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിച്ചത്. 1992 ആദ്യമായി ഒരു എക്സോ പ്ലാനറ്റിനെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഒരു പൾസാർ നക്ഷത്രമായ PSR B1257+12 ചുറ്റും ഒന്നിലേറെ ഗ്രഹങ്ങൾ പരിക്രമം ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തി. 1995 51 പെഗാസി എന്ന G ടൈപ്പ് നക്ഷത്രത്തിനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന 51 പെഗാസി B എന്ന ഗ്രഹത്തിനെ കണ്ടെത്തി. 2024 ഫെബ്രുവരി 2 വരെയുള്ള കണക്കുകൾ പ്രകാരം 5587 എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തിയിരുന്നു. എന്നിരുന്നാലും എക്സോ പ്ലാനറ്റിനെ കണ്ടുപിടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം നക്ഷത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് പ്രകാശം കുറവാണ്. അതുകൊണ്ട് നക്ഷത്രത്തിൻ്റെ പ്രകാശം ഗ്രഹത്തിനെ മറയ്ക്കുന്നു. ഇത് കാലിഫോർണിയയിലെ പലോമാർ ഒബ്സർവേറ്ററിയിലുള്ള ഹെയിൽ ടെലസ്കോപ്പ് ഉപയോഗിച്ചു കൊണ്ടെടുത്ത HR 8799 എന്ന നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചിത്രമാണ്. വെക്റ്റർ വോർട്ടെക്സ് കൊറോണാഗ്രാഫ് ഉപയോഗിച്ചാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ മാറ്റിക്കൊണ്ട് അതിനടുത്തുള്ള മങ്ങിയ ഗ്രഹങ്ങളെ കാണാൻ സഹായിക്കുന്ന അത്യാധുനികമായ ഒരു സാങ്കേതിക വിദ്യയാണിത്. നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശ തരംഗങ്ങളെ ഒരു ചുഴി പോലെയാക്കി മാറ്റുന്നതിൻ്റെ ഫലമായി നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശ തരംഗങ്ങൾ സ്വയം കൂട്ടിമുട്ടി ഇല്ലാതാകുന്നു. ഇതിനെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നു. അനന്തരഫലമായി നക്ഷത്രത്തിൻ്റെ പ്രകാശം അപ്രത്യക്ഷമാകുന്നു. ഗ്രഹങ്ങളിൽ നിന്നുള്ള വെളിച്ചം നക്ഷത്രത്തിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ അത്ര ശക്തമല്ലാത്തതിനാൽ ഗ്രഹങ്ങളുടെ വെളിച്ചം ചുഴിയിൽ അകപ്പെടുന്നില്ല. അതുകൊണ്ട് ഗ്രഹങ്ങൾ ടെലിസ്കോപ്പിൽ കാണപ്പെടുന്നു. ഇങ്ങനെ എക്സോ പ്ലാനറ്റ്സിനെ കണ്ടെത്തുന്ന രീതിയെയാണ് ഡയറക്റ്റ് ഇമാജിംഗ് എന്ന് പറയുന്നത്. ഈയൊരു ചിത്രത്തിലൂടെ നമുക്ക് 3 ഗ്രഹങ്ങളെ വ്യക്തമായി കാണാൻ സാധിക്കും. HR 8799 B, C, D. ഈ ഗ്രഹങ്ങൾ ജൂപ്പിറ്ററിനേക്കാൾ വലിയ വാതക ഭീമൻ ഗ്രഹങ്ങളാണ്. നക്ഷത്രത്തിൽ നിന്നും വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൊറോണാഗ്രാഫിലൂടെ നമുക്ക് ഇതിനെ കാണാൻ സാധിച്ചത്. സാധാരണയായി നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹം കറങ്ങുന്നുവെന്നാണ് നാം കരുതുന്നത്. എന്നാൽ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം കാരണം നക്ഷത്രവും ചെറിയ രീതിയിൽ ആടുന്നുണ്ട്. ഇങ്ങനെ ഗ്രഹം നക്ഷത്രത്തെ വലിക്കുന്നത് കാരണം നക്ഷത്രം ഭൂമിയിൽ നിന്നും അകലുകയും അടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി നക്ഷത്രം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രകാശം സ്പെക്ട്രത്തിൻ്റെ നീല നിറത്തിലേക്ക് മാറുന്നു. നക്ഷത്രം നമ്മിൽ നിന്നും അകലുമ്പോൾ പ്രകാശം ചുവപ്പ് നിറത്തിലേക്ക് മാറുന്നു. ഇതിനെ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഒരു ഗ്രഹം നക്ഷത്രത്തെ വലിക്കുന്നതിൻ്റെ ഫലമായി പ്രകാശത്തിനുണ്ടാകുന്ന മാറ്റത്തിനെ നോക്കി ഗ്രഹത്തിനെ കണ്ടുപിടിക്കുന്ന രീതിയാണ് റേഡിയൽ വെലോസിറ്റി. ഇതിലൂടെ ആ ഗ്രഹത്തിൻ്റെ ഭാരവും അതുപോലെ എത്ര ദൂരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്നും ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിനുദാഹരണമാണ് 51 പെഗാസി B. ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ് നിലനിൽക്കുന്നത്. ഇത് ജൂപ്പിറ്ററിനെ പോലെയുള്ളൊരു വാതക ഭീമൻ ഗ്രഹമാണ്. എക്സോ പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കുന്ന അടുത്ത രീതിയാണ് ട്രാൻസ്മിറ്റ് മെത്തേഡ്.
ഒരു ഗ്രഹം നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്രഹം നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിനെ ചെറുതായി മറയ്ക്കുന്നു. അനന്തരഫലമായി നക്ഷത്രത്തിൻ്റെ പ്രകാശം ചെറുതായി കുറയുന്നതായി നമുക്ക് തോന്നും. എന്നാൽ ഗ്രഹം നക്ഷത്രത്തെ കടന്നു പോയി കഴിഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ പ്രകാശം പഴയതുപോലെയാകുന്നു. നക്ഷത്രത്തിൻ്റെ പ്രകാശം എത്രത്തോളം കുറയുന്നു എന്ന് നോക്കുന്നതിലൂടെ ഗ്രഹത്തിൻ്റെ വലുപ്പം കൃത്യമായി അളക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്ന അടയാളങ്ങളോ അല്ലെങ്കിൽ ഒരു ബൈനറി സിസ്റ്റത്തിലെ 2 നക്ഷത്രങ്ങൾ തമ്മിൽ വലയം വയ്ക്കുമ്പോഴോ പ്രകാശം മങ്ങുകയും അതിനെ ഗ്രഹമായി തെറ്റിദ്ധരിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാൽ ഇതിലൂടെ കണ്ടെത്തുന്ന ഗ്രഹങ്ങളെ റേഡിയൽ വെലോസിറ്റി മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷമേ ആ ഗ്രഹങ്ങളെ സ്ഥിരീകരിക്കുകയുള്ളൂ. കെപ്ലർ 186f എന്ന ഗ്രഹത്തിനെ ഈ രീതി ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. കെപ്ലർ 186 എന്ന റെഡ് ഡ്വാർഫിനെയാണ് ഇത് വലം വയ്ക്കുന്നത്. ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുടെ വലിപ്പമുണ്ട്. ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് നിലനിൽക്കുന്നത്. അതായത് ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും അധികം ദൂരെയുമല്ല, എന്നാൽ നക്ഷത്രത്തിൻ്റെ അടുത്തുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കും. അടുത്ത രീതിയാണ് ട്രാൻസ്മിറ്റ് ടൈമിംഗ് വേരിയേഷൻ. ഒരു ഗ്രഹം കൃത്യമായ ഇടവേളകളിലാണ് അതിൻ്റെ നക്ഷത്രത്തിനെ വലയം വയ്ക്കുന്നത്. എന്നാൽ അവിടെ വേറെ ഒരു ഗ്രഹമുണ്ടെങ്കിൽ ആദ്യത്തെ ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൽ ചെറിയ വ്യതിയാനം സംഭവിക്കുന്നു. അതായത് രണ്ടാമത്തെ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം കാരണം ആദ്യത്തെ ഗ്രഹം നക്ഷത്രത്തിനെ വലയം വയ്ക്കുന്ന സമയത്തിന് മാറ്റം സംഭവിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഗ്രഹം 10 ദിവസം കൊണ്ടാണ് അതിൻ്റെ നക്ഷത്രത്തിനെ വലയം വയ്ക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം അതിനെ വലിക്കുകയും ചെയ്യുന്നു. അനന്തരഫലമായി ആദ്യത്തെ ഗ്രഹത്തിൻ്റെ വേഗത കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. ചെറിയ ഗ്രഹങ്ങളെ, അതായത് ഭൂമിയെ പോലുള്ള ഗ്രഹങ്ങളെ ഈ രീതി ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഇതിനുദാഹരണമാണ് ട്രാപ്പിസ്റ്റ് 1. ഇവിടെ 7 ഗ്രഹങ്ങളുണ്ട്. ഇതിലെ 3 ഗ്രഹങ്ങളും അതിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത രീതിയാണ് ഗ്രാവിറ്റേഷണൽ മൈക്രോ ലെൻസിംഗ്. ഒരു ഗ്രഹം നക്ഷത്രത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിനെ ചെറിയ തോതിൽ വളയ്ക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ വ്യതിയാനത്തിനെ കണ്ടെത്തുന്നതിലൂടെ ആ ഗ്രഹത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൂരെയുള്ള, അതായത് മറ്റു ഗാലക്സികളിലുള്ള ഗ്രഹങ്ങളെ പോലും കാണാൻ സാധിക്കും. ഇതിനുദാഹരണമാണ് ഗൂഗിൾ 2005 BLG 390 LB എന്ന ഗ്രഹം. ഇത് നമ്മുടെ ഭൂമിയിൽ നിന്നും വളരെ ദൂരെയാണ് നിലനിൽക്കുന്നത്. ഈ ഗ്രഹം തണുത്തു മരവിച്ച ഒരു ലോകമാണ്. അടുത്ത രീതിയാണ് ആസ്ട്രോമെട്രി. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും പൊസിഷൻ കൃത്യതയോടെ അളക്കുന്ന രീതിയാണ് ആസ്ട്രോമെട്രി. ഇതിലൂടെ നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലക്രമേണ അതിൻ്റെ സ്ഥാനത്തിന് എന്ത് മാറ്റം സംഭവിക്കുമെന്നും അറിയാൻ സാധിക്കും. ഒരു ഗ്രഹം നക്ഷത്രത്തിനെ ചുറ്റുമ്പോൾ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം കാരണം ആ നക്ഷത്രം നിശ്ചലമായി നിൽക്കുന്നതിന് പകരം നക്ഷത്രം വട്ടത്തിലോ നീളത്തിലോ ചെറിയ രീതിയിൽ ചലിക്കുന്നു. മറ്റു സ്ഥിര നക്ഷത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ സ്ഥാനത്തിലെ ഈ വ്യതിയാനത്തെ ആസ്ട്രോമെട്രി വഴി അളക്കാൻ സാധിക്കും. ഇതുവഴി ഗ്രഹത്തിൻ്റെ നിലനിൽപ്പിനെ സ്ഥിരീകരിക്കുവാനും സാധിക്കും. ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രഹത്തിൻ്റെ വലുപ്പം അളക്കുവാനും കഴിയും. പക്ഷേ നക്ഷത്രങ്ങൾ ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെയായതിനാൽ ഈ മാറ്റത്തെ ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചെറിയ രീതിയിലേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ശക്തമായ ടെലിസ്കോപ്പുകൾ ആവശ്യമായി വരും. എന്നിരുന്നാലും ഗയ പോലുള്ള ടെലിസ്കോപ്പുകൾ ഈ രീതി ഉപയോഗിച്ചുകൊണ്ടാണ് എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നത്. ഇതിനുദാഹരണമാണ് എപ്സിലോൺ ഇൻഡി AB. ഇത് ജൂപ്പിറ്ററിനെ പോലുള്ള വലിയ വാതക ഭീമൻ ഗ്രഹങ്ങളാണ്. ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് ഗ്രഹത്തിൻ്റെ മാസും ഓർബിറ്റൽ ഷേപ്പും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത രീതിയാണ് പൾസാർ ടൈമിംഗ്. ഒരു പൾസാർ നക്ഷത്രത്തിന് ചുറ്റും
ഒരു ഗ്രഹം വലയം വയ്ക്കുന്നുണ്ടെങ്കിൽ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം പൾസാർ നക്ഷത്രത്തിനെ മുൻപിലോട്ടും പിറകിലോട്ടും ചലിപ്പിക്കുന്നു. അപ്പോൾ അത് പൾസേറ്റ് ചെയ്യുന്ന സമയത്തിന് മാറ്റമുണ്ടാകുന്നു. ഈ സമയമാറ്റത്തിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് അവിടെ ഗ്രഹമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും. ഇതിനുദാഹരണമാണ് PSR B1257+12b. ഇത് PSR B1257+12 എന്ന പൾസാർ നക്ഷത്രത്തിനെയാണ് വലയം വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള രീതികളിലൂടെ ശാസ്ത്രം എക്സോ പ്ലാനറ്റുകളെ കണ്ടെത്തുകയാണ്. ചിലത് അഗ്നി പോലെ ചൂടുള്ളവ, ചിലത് വെള്ളം നിറഞ്ഞവ, ചിലത് നമ്മുടെ ഭൂമിയെപ്പോലെ ജീവന് അനുയോജ്യമായവ. പ്രത്യേകിച്ച് TRAPPIST-1 പോലുള്ള സിസ്റ്റങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ലായിരിക്കാം എന്നൊരു വലിയ പ്രതീക്ഷ നൽകുന്നു. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.